എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകൻ രാജഗിരിയിൽ MBA പഠിച്ചു കഴിഞ്ഞു. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. പക്ഷേ ഈ വർഷം പ്ലേസ്മെൻറ്റ് തീരെ കുറവായിരുന്നു. ആദ്യത്തെ പ്ലേസ്മെൻറ്റിലൊന്നും അവന് ശരിക്കും കിട്ടിയില്ല. ഇവിടെ വന്ന അച്ഛനോട് പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ അവൻ പറയും ഞാൻ പുറത്ത് പോകും. അപ്പോൾ എനിക്ക് കുട്ടികളെ പുറത്ത് വിടാൻ തീരെ താല്പര്യമില്ല. അവസാനം ഒരു പ്ലേസ്മെൻറ്റ് ശരിയായി. അവന് ഭയങ്കര സന്തോഷമായി. അവൻ പറയുകയും ചെയ്തു. പക്ഷേ പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് പറയും അവർ പറഞ്ഞു ഇപ്പോൾ വ്യാഴാഴ്ച ട്രെയിൻ തുടങ്ങും, ബാംഗ്ലൂർ പോകണം, അത് കഴിഞ്ഞ് പിന്നീട് വർക്ക് ഫ്രം ഹോം ആയിരിക്കും, പക്ഷേ ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ വ്യാഴാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്ററിൻ്റെ അന്നും എല്ലാം ട്രെയിനിങ്ങാണ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞു അച്ഛനോട് പറയാറുണ്ട് അപ്പം മരിച്ച് കിടക്കുമ്പോൾ ജോലിക്ക് ആരെങ്കിലും പോവോ, അതുകൊണ്ട് നീ ഈ ജോലിക്ക് പോകണ്ട, എന്ത് വന്നാലും ഈ ജോലിക്ക് പോകണ്ട, ഇത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള ജോലിയല്ല, അങ്ങനെ പറഞ്ഞു. അന്നേരം മകന് ഒന്നും എതിർത്തൊന്നും പറയുന്നില്ല. പക്ഷേ അവന് ഭയങ്കര സങ്കടം. കാരണം ഈ വർഷം പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവൻ അവസാനം മനസ്സോടെ ജോലി പോകുന്നില്ല അങ്ങനെ തീരുമാനിച്ചു. കോളേജിൽ തിരിച്ചു പോയി. വേറെ പ്ലേസ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ കിട്ടിയെങ്കിലാന്ന് ഓർത്ത് പോയി. പക്ഷേ അവിടെ 1-2 പ്ലേസ്മെൻറ്റൊക്കെ കിട്ടി. അതിന് തീരെ സാലറി കുറവായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവന് ഒരു പിടുത്തവും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ പ്ലേസ്മെൻറ്റ് കമ്പനിക്കാരോട് ഇവൻ ആദ്യമേ ചോദിച്ചായിരുന്നു. ഞങ്ങളും പറഞ്ഞായിരുന്നു നിനക്ക് അത്രമേൽ ഇഷ്ടമാണെങ്കിൽ, ഈശോയ്ക്ക് സമ്മതമാണെങ്കിൽ ഇതേ ജോലി നിനക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ദൈവം തരും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ പ്ലേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ കമ്പനിക്കാർ ഇവനെ വിളിച്ചപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ കണ്ടീഷൻ എല്ലാം അവർ സമ്മതിച്ചു. സാലറി കുറച്ച് കുറവാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അവൻ ചോദിച്ച സാലറി തന്നെ കൊടുത്തു. അങ്ങനെ മകൻ ജോയിൻ ചെയ്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദുഃഖവെള്ളി, പെസഹ, ഈസ്റ്റർ, ക്രിസ്മസ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധമായി ആചരിക്കാനുള്ള അതേ കമ്പനിയിൽ ഈസ്റ്ററിന് ദുഃഖവെള്ളി, പെസഹ, ദുഃഖശനി, ഈസ്റ്ററിന് ശേഷം വീണ്ടും അവർ വിളിച്ച് ജോലിയാണ്.